ഡൽഹി കേരള ഹൌസിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിനിടെയായിരുന്നു വി.എസിന്റെ മരണവാർത്ത എത്തിയത്. ഇതോടെ മുൻ മുഖ്യമന്ത്രിമാരെ ഓർത്തെടുക്കുന്ന പരിപാടിയായി ഇത് മാറി. വി.എസിന്റെയും ഉമ്മൻചാണ്ടിയുടെയും ജനകീയത ചടങ്ങിൽ സംസാരിച്ചവർ ഉയർത്തിക്കാട്ടി. എൻ.ജി. അസോസിയേഷനാണ് ഉമ്മൻചാണ്ടി ഓർമ്മദിനം സംഘടിപ്പിച്ചത്. പാർലമെന്റിലെ മഴക്കാല സമ്മേളനം നടക്കുമ്പോൾ എല്ലാ പാർട്ടികളിലെയും എംപിമാരെയും ഉൾപ്പെടുത്തിയാണ് ഡൽഹിയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചത്. ഈയിടെ അന്തരിച്ച മുൻ KPCC അധ്യക്ഷന്മാരായ CV പത്മരാജനെയും തെന്നല ബാലകൃഷ്ണപിള്ളയെയും അനുസ്മരിക്കാൻ തീരുമാനിച്ചിരുന്നു. വൈകിട്ട് 4 മണിയോടെ VS നിര്യാതനായ വിവരമറിഞ്ഞതോടെ VS ഓർമ്മ സമ്മേളനത്തിൽ നിറഞ്ഞു. VS മന്ത്രിസഭയിൽ ഒപ്പമുണ്ടായിരുന്ന NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നിലപാടിന്റെ നേതാവിനെ വേദിയിൽ വാക്കുകൾ കൊണ്ട് വരച്ചിട്ടു. രാഷ്ട്രീയ വിയോജിപ്പുകൾക്കപ്പുറം മണ്ണിനും മനുഷ്യനും വേണ്ടി പോരാടിയ വലിയ മനുഷ്യന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നേതാക്കൾ തലകുനിച്ചു. VS ഉണ്ടായിരുന്നെങ്കിൽ ചില കാര്യങ്ങളിൽ എന്ത് നിലപാടെടുക്കുമായിരുന്നു എന്ന് CPMകാരേക്കാൾ ഉറപ്പ് കോൺഗ്രസുകാർക്കായിരുന്നു. VS അച്യുതാനന്ദനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെങ്കിൽ ഞാനത് വിവാദത്തിലേക്ക് പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. 150 ദിവസം സമരം ചെയ്യാൻ ആശാവർക്കർമാർക്ക് വേണ്ടി വരില്ലായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി VS ആയിരുന്നെങ്കിൽ എന്ന് തോന്നിക്കത്തക്കവണ്ണമാണ് അദ്ദേഹത്തിന്റെ മനുഷ്യഗന്ധിയായിട്ടുള്ള ഇടപെടലുകൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് വിനീതനായ ഞാൻ. ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച കേരള ഹൌസിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് VSന്റെ ചിത്രങ്ങൾ ഉയർന്നു തുടങ്ങി. മീഡിയ 1 ഡൽഹി.